പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഹല്ലേലൂയ സ്തോത്രം ജൂലൈ മാസം 31-ാം തീയതി ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. അതിനായിട്ട് കരം ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഉണർത്തിയില്ലേ? അതിനായിട്ട് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിൻ്റെ കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ മാസത്തിൻ്റെ ആമേൻ ഈ 31-ാമത്തെ ദിവസം വരെയും നമ്മളെ അത്ഭുതകരമായി നടത്തിയതിന് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. 7 മാസക്കാലം കർത്താവ് നമ്മളെ അതിശയമായി നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ കർത്താവ് അനുഗ്രഹിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഓരോ നാളും നമ്മളെ കൈപിടിച്ച് നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. 136-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, യഹോവ നല്ലവനല്ലോ, യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആ നല്ല കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നോക്കുകയും ഞങ്ങളെ വിടുവിച്ച കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് സ്തോത്രം ചെയ്തു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നപ്പ, അങ്ങ് വിശ്വസ്തനാകുന്നപ്പ, അങ്ങ് മാറാത്തവനാകുന്നു. കഴിഞ്ഞ 7 മാസക്കാലം ഞങ്ങളെ അതിശയമായി നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രതിസന്ധികളുടെയും പ്രയാസ നടുവിൽ അങ്ങ് അത്ഭുതമായി ഞങ്ങളെ നടത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുക. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുവാൻ അങ്ങയുടെ ജനത്തെ ഒരുക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അവരെ കൂട്ടിവരുത്തിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ മേൽ പകരുന്ന ദൈവശക്തിക്കായിട്ട് സ്തോത്രം. അവരുടെ മേൽ പകരുന്ന ദൈവിക ആരോഗ്യത്തിനായിട്ട് സ്തോത്രം. അവരുടെ മേൽ പകരുന്ന ദൈവിക സമൃദ്ധിക്കായിട്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് നല്ലവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്ന കർത്താവേ, ഈ പകൽ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ തന്നെ കുഞ്ഞുങ്ങളെ നിറച്ചാട്ടെ. ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നിറച്ചാട്ടെ. അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. രോഗശക്തികൾ വിട്ടുപോയതിനായിട്ട് സ്തോത്രം. ദാരിദ്ര്യത്തിൻ്റെ ശക്തികൾ വിട്ടുപോയതിനായിട്ട് സ്തോത്രം. ദൈവിക അത്ഭുതം ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഈ മാസം 31-ാം തീയതി പകൽക്കാലം കർത്താവേ, എന്ത് മിറക്കിളാണോ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം, തൻ്റെ മക്കൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ടിരിക്കുന്നത്, അവരെന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അതിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കൽ സംഭവിക്കട്ടെ. ഒരു മിറക്കൽ സംഭവിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കൽ സംഭവിക്കട്ടെ. കർത്താവേ, വർഷങ്ങളായി കുളക്കരയിൽ കിടന്നവൻ, അവനെ സഹായിപ്പാൻ ആരുമില്ലാതിരുന്നു. അവൻ പറഞ്ഞു, അവന് വെള്ളം കലങ്ങുമ്പോൾ അവനെ സഹായിക്കാൻ ആരുമില്ല. അവന് മുമ്പേ മറ്റുള്ളവർ വെള്ളത്തിലേക്ക് അവൻ ഇറങ്ങി രക്ഷപ്പെടുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. അനേകർ വിടുതലുകൾ കണ്ടുകൊണ്ടിരുന്നു, അനേകർ സൗഖ്യമാകുന്നത് കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ തൻ്റെ വിടുതൽ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അങ്ങ് ഇടപെട്ടപ്പോൾ അവൻ്റെ വിടുതൽ നടന്നതുപോലെ ഇന്ന് 31-ാം തീയതി ഈ മാസം പലരും അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടു, സൗഖ്യമാകുന്നത് കണ്ടു, ദൈവിക പ്രവൃത്തി പലരുടെയും ജീവിതത്തിൽ കണ്ടു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ ഒരത്ഭുതം കാണാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ ഡേ ആയി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ ഡേ ആയി മാറട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു വലിയ മിറക്കിൾ ഡേ ആയി കർത്താവ് മാറ്റിയിരിക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ,
ആവശ്യങ്ങളെല്ലാം കൂട്ടായിട്ടിരിക്കണം. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ സൂക്ഷിക്കണം. അങ്ങനെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കണം. ദുഷ്ടൻ്റെ കണ്ടു കാണാതവരെ സൂക്ഷിക്കണം. രക്തത്താൽ പൊതിഞ്ഞുകൊള്ളുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നാളത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത് വലിയ മഹത്വമായി മാറട്ടെ, വലിയ വലിയ മുന്നേറ്റത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ സകലതും ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആമേൻ, ഇതുവരെ ഈ ഒരു മാസം ഇതുവരെ നിങ്ങൾ കാണാത്ത ചില അനുഗ്രഹത്തിലൂടെയും നന്മയിലൂടെയും കർത്താവ് നിങ്ങളെ നടത്തുന്ന ഒരു ദിവസമായി തീരട്ടെ. കർത്താവിൻ്റെ ഗ്രേസ് നിങ്ങളുടെ കൂടെ ഇരുന്ന് കർത്താവ് നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതിനായിട്ട് കരമുയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറയാം. അസാധാരണ മിറക്കിളുകൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ, രാവിലെ 8 മണിയോടുകൂടിയാണ് നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുക, അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങുക, നിങ്ങൾ മറ്റുള്ളവരെ അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. കർത്താവിൻ്റെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് കേട്ടോ, മറക്കല്ലേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞു. അതിന് എബനേസർ എന്ന് പേരിട്ടു. ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. നമുക്കറിയാം ആ സംഭവം എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. 1 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങൾ മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നു, അന്നത്തെ കാലത്ത് ദൈവജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പെട്ടകം 20 സംവത്സരത്തോളം അവരിൽ നിന്ന് മാറിപ്പോയി. ആമേൻ. അവർ ആത്മീയമായി ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു കാലമായിരുന്നു. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശമൂവേൽ അവരോട് പറഞ്ഞത്: നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. അതാ അവിടെ ഒരു ഉണർവ് ആരംഭിക്കുകയാണ്. അങ്ങനെ ദൈവജനം എന്ത് ചെയ്തു? ബാൽ വിഗ്രഹങ്ങളെ, അസ്തോരോത്ത് പ്രതിഷ്ഠകളെയൊക്കെ നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അവരുടെ നടുവിൽ എന്തുണ്ടായി? ഒരു ഉണർവുണ്ടാകാൻ കാരണമായി. അങ്ങനെ ഈ ദിവസങ്ങളിലും ദൈവജനത്തിൻ്റെ നടുവിൽ ഒരു ഉണർവുണ്ടാകട്ടെ. അമേൻ. യഹോവ അമേൻ ആ ജനത്തിൻ്റെ മധ്യേ പ്രവർത്തിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അവർ മിസ്പയിൽ വെച്ച് ഒന്നിച്ചുകൂടി അവർ പ്രാർത്ഥിച്ചു. അമേൻ. എന്ത് സംഭവിച്ചു? അമേൻ. ഈ ശത്രു സൈന്യം കേട്ടപ്പോൾ, ദൈവമക്കൾ ഒന്നിച്ചു കൂടിയെന്ന് ശത്രു സൈന്യങ്ങൾ കേട്ടപ്പോൾ അവർ ഈ ദൈവജനത്തിന് നേരെ പുറപ്പെട്ടു വന്നു. അപ്പം എന്നാ ചെയ്തു? ദൈവമക്കൾ ഭയങ്കര ഭയപ്പെട്ടു. എന്നാൽ ശമൂവേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയ്ക്ക് യാഗം കഴിച്ചു. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശത്രു സൈന്യം എന്ത് ചെയ്തു? ദൈവജനത്തിന് നേരെ വരിക. എന്നാൽ യഹോവ ഫിലിസ്ത്യരുടെ മേൽ ഒരു ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചുപ്പിച്ചു. അവർ ദൈവജനത്തിൻ്റെ മുമ്പിൽ തോറ്റുപോകുവാൻ കാരണമായി. അങ്ങനെ ഈ ദൈവജനം മുഴുവനും മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് ഫിലിസ്ത്യരെ പിന്തുടർന്ന് അവരെ താഴ്വര വരെ സംഹരിച്ചു. അന്ന് ശമൂവേൽ പറഞ്ഞതാണ്, യഹോവ നമ്മളെ ഇത്രത്തോളം സഹായിച്ചു എന്ന്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ 7-ാം മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൽ നിൽക്കുമ്പോൾ നമുക്കും പറയാൻ കഴിയണം, നമ്മളെ കർത്താവ് ഇതുവരെ നമ്മളെ കൊണ്ടുവന്നതാണ്, നമ്മൾ എത്തിയതയല്ല. നമ്മൾ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോയി, പലതരത്തിൽ നിരാശകൾ വന്നു, പലതരത്തിൽ പല കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു, പലതും താമസിച്ചു പോയി, പലയിടത്തും നമ്മൾ തോറ്റുപോയോ എന്നൊക്കെ നമുക്ക് തോന്നി. ആമേൻ. അവിടെയൊക്കെ ദൈവം നമ്മളെ കരുതി. ഇന്ന് നമുക്ക് ഉറക്കെ പറയാൻ പറ്റും, കർത്താവ് എന്നെ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം എൻ്റെ ദൈവം എന്നെ നടത്തി. ഒരു എബനേസറായി എൻ്റെ കൂടെ നിന്നു. കർത്താവ് എന്നെ ക്യാരി ചെയ്തുകൊണ്ട് വന്നു. കർത്താവിൻ്റെ മുമ്പിൽ വാതിലുകൾ തുറന്നു തന്നു. കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധവീരനായി കൂടെ നിന്നു. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ അവൻ ഓർക്കുന്ന ഒരു ദിവസമായി മാറണം കുഞ്ഞുങ്ങളെ. കർത്താവിനെ നടത്തിയത് ഓർത്ത് ദൈവത്തിന് അങ്ങ് സ്തോത്രം പറയുന്ന ഒരു പകലായി മാറണം. വീണു പോകുമോ, ഒറ്റപ്പെട്ടു പോകുമോ, തളർന്നു പോകുമോ എന്നൊക്കെ നമുക്ക് തോന്നിയ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ കർത്താവ് നമ്മളെ ഇതുവരെ കൊണ്ടുവന്നു. ഒന്ന് കരം ഉയർത്തി പറ, അങ്ങനെ ഇതുവരെ കൊണ്ടുവന്നു, അങ്ങനെ ഇതുവരെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇതുവരെ എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുവന്നു. അവൻ എബനേസറായി എൻ്റെ കൂടെ നിന്നു. കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അവൻ എബനേസറായി കൂടെ നിന്ന കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവൻ ഇന്നലെയും
ആമേൻ കഴിഞ്ഞ മാസങ്ങളിലും ഈ വർഷത്തിൻ്റെ ഈ 7 മാസവും അത്ഭുതകരമായി നടത്തിയെങ്കിൽ ഈ പുതിയ മാസത്തിൻ്റെ ആമേൻ നമ്മൾ കയറാൻ പോകുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ സ്തോത്രം പറയാം. നമ്മളെ ഇതുവരെ കൊണ്ടുവന്നവൻ ഇന്നും ഒരു അത്ഭുതം ചെയ്യും. ഇതുവരെ കാണാത്ത ചില നന്മകളിലൂടെ ഇന്നും കർത്താവ് നടത്താൻ വിശ്വസ്തനാണ്. കണ്ണുകളടച്ച് കരമുയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ്, എബനേസർ ഇത്രത്തോളം കൊണ്ടുവന്നതിന് സ്തോത്രം, ഇത്രത്തോളം കൊണ്ടുവന്നതിന് സ്തോത്രം. ആമേൻ ശാരീരികമായ ആമേൻ ബാറ്റിൽസ് നേരിട്ടപ്പോൾ, അല്ലെങ്കിൽ രോഗങ്ങളാൽ ശത്രു തളർത്താൻ നോക്കിയപ്പോൾ അവിടെയും കർത്താവ് സൂക്ഷിച്ചു. നന്ദിയോടെ സ്തോത്രം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടു, അവിടെയും കർത്താവ് നമ്മളെ സഹായിച്ചു. കർത്താവിന് സ്തോത്രം. കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ ജോലി ഒക്കെ പല പ്രയാസങ്ങൾ നേരിട്ടു. പക്ഷെ അവിടെയെല്ലാം കർത്താവ് എന്നെ സഹായിച്ചു, അവിടെയെല്ലാം കർത്താവ് എന്നെ നടത്തി, കർത്താവ് എനിക്ക് തുണയായി നിന്നു എന്ന് പറയാൻ കഴിയുമെങ്കിൽ ഇന്നത്തെ ദിവസം ഓരോ മണിക്കൂർ ഇടപെട്ട് ദൈവത്തിനെ കൊണ്ട് സ്തോത്രം പറ. ഈ 31-ാം തീയതി ഒരു പ്രൈസ് തേഴ്സ്ഡേ ആയി മാറട്ടെ, താങ്ക്സ് ഗിവിംഗ് തേഴ്സ്ഡേ ആയി മാറട്ടെ. ദൈവത്തിന് സ്തോത്രം പറയുന്ന, ദൈവത്തിന് സ്തുതി കരയറ്റുന്ന ഒരു വ്യാഴാഴ്ചയായി മാറട്ടെ. മറന്നുപോകല് പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം എൻ്റെ ദൈവം എന്നെ നടത്തി. കർത്താവേ, തൻ്റെ ജനത്തെ കൊണ്ടുവന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം, അവരെ സഹായിച്ച വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ ഒരു 7 മാസക്കാലം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇത് സ്തോത്രത്തിൻ്റെയും നന്ദി പറയുന്ന പകൽക്കാലമായിരിക്കണം. മറ്റൊന്നിനുമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിന് സ്തോത്രം കരയറ്റുക. ഇത്രത്തോളം കൊണ്ടുവന്നതിന് കർത്താവിന് നന്ദി പറയുക കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കരങ്ങൾ ഉയർത്തി പറ, ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു. ഈ 7-ാം മാസത്തിൻ്റെ 31-ാം ദിവസം നമുക്കൊക്കെ പറയാനുള്ളത്, ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.